ഫ്രണ്ട്സ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ബ്രോ രണ്ട് BLDC ഫാൻ എടുത്തിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണം. ഏത് BLDC ഫാനാണ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. അതേ ഗൈസ് നമ്മളിന്ന് രണ്ട് ഫാൻ എടുത്തിട്ട് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ഫാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാനാണ്. രണ്ടാമത്തെ BLDC ഫാൻ എന്ന് വെച്ചാൽ ലൂക്കറിന്റെ സൈസ് 0 ക്രൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു BLDC ഫാനാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ രണ്ട് ഫാൻ എടുത്തിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്ത് നോക്കാം, രണ്ടും യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ടിന്റെ ബോക്സും അതുപോലെ ലൂക്കറിന്റെ സൈസ് 0 ക്രൗണിന്റെ ബോക്സും. അപ്പോൾ അതിന് തന്നെ ഗൈസ് നമുക്ക് ഈ രണ്ട് ബോക്സും ഓപ്പൺ ചെയ്യണം, അതിനുശേഷം നമ്മുടെ ഫാൻ ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ പറയാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ആറ്റംബർഗിന്റെ ബോക്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ആറ്റംബർഗിന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വാറന്റി കാർഡ് കാണാൻ സാധിക്കും, 3 ഇയർ വാറന്റി കാർഡ്. അതുകൂടാണ്ട് ഗൈസ് അതിൻ്റെ ഉള്ളിൽ മറ്റുള്ള പാർട്സും ഫാൻ വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ എടുത്തൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കേണ്ടത് മോട്ടറാണ്. മോട്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്റ്റൈലിഷ് ആയിട്ടുള്ള മോട്ടറും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലീഫും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കപ്പ് കൊടുത്തിട്ടുണ്ട് ഫാന് വേണ്ടത്. അതോടൊപ്പം തന്നെ ഗൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺ റോഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് റിമോട്ട് ഉണ്ട് നമ്മുടെ ആറ്റംബർഗിന്റെ. അതോടൊപ്പം തന്നെ ഗൈസ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂക്കറിന്റെ സൈസ് 0 ക്രൗൺ ആണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഗൈസ് അതിനുള്ള വേറെ രണ്ട് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മോട്ടർ കാണാൻ സാധിക്കും, ലീഫ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കപ്പും കാണാൻ സാധിക്കും, പിന്നെ ഡൗൺ റോഡും ബാറ്ററിയും പിന്നെ കാർഡും അതുകൂടാണ്ട് റിമോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ രണ്ട് ഫാനും അതിനെ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് രണ്ട് തമ്മിലുള്ള ഡിഫറൻസും കമ്പാരിസണും പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രണ്ട് ഫാനിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഗൈസ് നമുക്ക് ഫാൻ നൈസായിട്ട് ഒന്ന് ഓൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആറ്റംബർഗിന്റെ കുറച്ച് പ്ലസ് പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഫാൻസ് എല്ലാം മാർക്കറ്റിൽ ഇറക്കുന്നത് നമ്മുടെ ആറ്റംബർഗ് ആണ്. അതുപോലെ തന്നെ ആറ്റംബർഗ് ഇപ്പോൾ മൊത്തം 10 മില്യൺ ഫാൻസ് ആണ് സെല്ല് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഗൈസ് ആറ്റംബർഗിന്റെ ഫാൻസിനെല്ലാം 5 സ്റ്റാർ റേറ്റഡ് ആണ്, അതും ബിയുടെ. അതുപോലെ തന്നെ ഗൈസ് ആറ്റംബർഗിനാണ് ഇന്ത്യയിലത്തെ ഫസ്റ്റത്തെ ലാർജസ്റ്റ് BLDC ഫാൻ മാനുഫാക്ചറിംഗ് ഫാക്ടറി ഉള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആറ്റംബർഗ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് BLDC ടെക്കിലാണ്. അതുപോലെ തന്നെ BLDC മോട്ടറിലാണ് ആറ്റംബർഗ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ റെനേസ സ്മാർട്ടും അതുപോലെ തന്നെ ലൂക്കർ സൈസ് 0 ക്രൗണും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ റെനേസ സ്മാർട്ടിന് വേണ്ടി 361 റിവ്യൂസും അതുപോലെ തന്നെ 4.3 റേറ്റിംഗും അതുകൂടാണ്ട് 64% 5 സ്റ്റാറും ആണ് റെനേസ സ്മാർട്ടിന് കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് ലൂക്കർ സൈസ് 0ലേക്ക് വരികയാണെങ്കിൽ 3 റിവ്യൂസും 3 റേറ്റിംഗും 50% 5 സ്റ്റാർ റേറ്റിംഗും ആണ് ലൂക്കറിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ടിൽ IoT എനേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ആറ്റംബർഗിന്റെ ഫാൻ ആറ്റംബർഗിന്റെ മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ലൂക്കർ സൈസ് 0 ക്രൗണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാൻ മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഗൈസ് റെനേസ സ്മാർട്ടിൽ വരുന്നത് യൂണിവേഴ്സൽ റിമോട്ട് ആണ്, അതുപോലെ തന്നെ IR റിമോട്ടും. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഒരു മുറിയിൽ തന്നെ മൾട്ടിപ്പിൾ ഫാൻ, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഫാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു റിമോട്ട് വെച്ചിട്ട്. പക്ഷേ ഫ്രണ്ട്സ് ലൂക്കർ സൈസ് 0 ക്രൗണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ RF റിമോട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലാകെ 2 ഫാൻ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൂടാണ്ട് ഗൈസ് നമ്മളൊരു BLDC ഫാൻ വാങ്ങിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പവർ സേവ് ചെയ്യാനായിട്ടാണ്. ആ സേവിങ്സ് നോക്കുകയാണെങ്കിൽ അപ് ടു 65% ആണ് നമ്മുടെ റെനേസ സ്മാർട്ട് ആറ്റംബർഗിന്റെ ഫാൻ സേവ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ലൂക്കർ സൈസ് 0ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ക്ലെയിം ചെയ്തിട്ടില്ല അതിൽ എത്ര ശതമാനം പവർ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമുക്ക് അറിയുകയില്ല. അതുപോലെ LED നോക്കുകയാണെങ്കിൽ നമ്മുടെ ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ടിലും LED ലൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലൂക്കർ സൈസ് 0ലും LED ലൈറ്റ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഗൈസ് നമ്മുടെ റെനേസ സ്മാർട്ടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ടു ക്ലീൻ സ്പെഷ്യൽ കോട്ടിംഗ് ഈ ഒരു ഫാനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫാൻ ക്ലീൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ലൂക്കർ സൈസ് 0ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കോട്ടിങ് കാര്യങ്ങളൊന്നും ഈ ഒരു ഫാനിൽ കൊടുത്തിട്ടില്ല. അതുപോലെ വാറന്റിയുടെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റെനേസ സ്മാർട്ടിൽ 2+1 ഇയർ വാറന്റി ആണ് കൊടുത്തിരിക്കുന്നത്. ലൂക്കറിൽ 3 ഇയറും, രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഡിസൈനിന്റെയും കളറിന്റെയും കേസിക്ക് വരികയാണെങ്കിൽ ഗൈസ് ഒരുപാട് ഡിസൈൻസും ഒരുപാട് കളർ ഓപ്ഷൻസും സ്മാർട്ട് ഓപ്ഷൻസും അതുകൂടാണ്ട് അടിപൊളിയായിട്ടുള്ള ബ്ലേഡിന്റെ ഡിസൈനും ആണ് നമ്മുടെ റെനേസ സ്മാർട്ടിന് ആറ്റംബർഗ് കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് ലൂക്കർ 0 സൈസ് ക്രൗണിലേക്ക് വരികയാണെങ്കിൽ ഗൈസ് നമുക്ക് കുറച്ച് ഡിസൈൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുപോലെ കളർ ഓപ്ഷൻസും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ ഏത് ഫാനാണ് ബെറ്റർ ആയിട്ടുള്ള ഫാൻ. അപ്പോൾ നിങ്ങൾക്ക് ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഫാൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കളറിൽ ഈ ഒരു ഫാൻ അവൈലബിൾ ആണ് സൈസിലും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാൻ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ്. പീസ് ഔട്ട്.